Hi friends, Assalamu alaikum. Bismi kitchen-ലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസിന്റെ അളവിലാണ് പറയുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെയിറ്റ് ഒക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 5 ഈത്തപ്പഴമാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഈത്തപ്പഴത്തിൻ്റെ അളവ് 5 മുതൽ 7 വരെയൊക്കെ എടുക്കാം. അപ്പോൾ മധുരം കുറവ് മതിയെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താലും മതി. അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുരു കളഞ്ഞൊന്ന് 10 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം കുതിർത്താൽ മതി. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ബദാമും അതുപോലെ തന്നെ 3 കാഷ്യൂ നട്ടും ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ചിയാ സീഡ്. അപ്പോൾ ഇത് വെയിറ്റ് കുറയാനും ഒരുപാട് ഹെൽപ്പാവുന്ന ഒന്നാണ് ചിയാ സീഡ്. ഒരുപാട് വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസിൻ്റെ അളവിൽ ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആപ്പിൾ തന്നെ വേണമെന്നൊന്നും നിർബന്ധവുമില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ റോബസ്റ്റ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 250 ml കപ്പിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് തിളപ്പിച്ചതിന് ശേഷം പുറത്ത് തന്നെ വെച്ചിരുന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വെയിറ്റൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റും ഈ ഒരു അളവിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഈത്തപ്പഴവും ബാക്കി തേനുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേനില്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താലും മതിയാകും. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ആപ്പിളൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഫ്രൂട്ടാണോ ചേർത്തത് അതൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ഒന്ന് ഗാർണിഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. നമസ്കാരം.